ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയും ചന്ദ്രമതിയും കൂടെ ഫുഡ് കഴിക്കണില്ല എന്ന് പറഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ ചന്ദ്രമതി പറയണ്ടേ, എൻ്റെ മോൻ വരാണ്ട് ഞാനും ഭക്ഷണം കഴിക്കില്ല. അപ്പോൾ അത് കാരണം ചന്ദ്രമതി കഴിക്കാത്തതുകൊണ്ട് വേറെ ആരും കഴിക്കരുത് എന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ് എല്ലാവരും കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, വാ എനിക്ക് വിശക്കുന്നുണ്ട്, നല്ല വിശപ്പുണ്ട്, വാ നമുക്ക് കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കാം. അപ്പോൾ ചന്ദ്രമതി ഒന്നും കഴിക്കാത്തതുകൊണ്ട് നമ്മുടെ ശ്രുതിക്കായാലൊന്നും കഴിക്കാൻ പറ്റണില്ല. അപ്പോൾ ആ സമയത്ത് നമ്മുടെ രേവതി ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടൻ എവിടെ, സച്ചിയേട്ടൻ വന്നില്ലല്ലോ, എവിടെ പോയി എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഇവിടെ ആരും ഫുഡ് കഴിക്കാത്തതുകൊണ്ട് അവൻ പുറത്ത് പോയി കഴിച്ച് വെട്ടി വിഴുങ്ങുണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് ചൂടുവെള്ളം വേണം, ഞാൻ അത് കുടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് പോവുക. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ബിരിയാണീൻ്റെ സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, ഇവിടെ കൈപ്പങ്ങ ഒക്കെ ആണെന്നല്ല അമ്മ പറഞ്ഞത്, പിന്നെന്താ ബിരിയാണീൻ്റെ മണം വരുന്നത്? എനിക്ക് മാത്രമാണ് ബിരിയാണീൻ്റെ മണം, അച്ഛന് വരുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം. അപ്പോൾ ആ സമയത്ത് നമ്മുടെ സച്ചിയാണെങ്കിൽ 2 ബക്കറ്റ് ബിരിയാണിയും കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. നല്ല മണം നല്ല മണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കാം. അപ്പോൾ നമ്മുടെ ശ്രുതിയാണെങ്കിൽ വാഴയിലയും അങ്ങനെ എല്ലാം ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ബിരിയാണിയൊക്കെ ഇങ്ങനെ ഒക്കെ ആകെ എല്ലാവർക്കും കഴിക്കാനുള്ള രീതിയിലാക്കട്ടെ, നല്ല രസത്തിലൊക്കെ നല്ല പൊരിച്ച ചിക്കനൊക്കെ അങ്ങനെ എല്ലാവരുടെ ഇതിലും വിളമ്പി വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ കഴിക്കാന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചന്ദ്രമതിക്കും കഴിക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ചന്ദ്രമതി കഴിക്കാത്തതുകൊണ്ട് കഴിക്കണില്ല എന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാവരുടെ മുന്നിലൊന്ന് വെയിറ്റ് പിടിച്ച് നിൽക്കുക കേട്ടോ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഇത് ബിരിയാണി അല്ല ചാ, ഇത് പ്രസാദാണ്, എൻ്റെ ഫ്രണ്ട് റഹീമുണ്ട്, അപ്പോൾ അവൻ്റെ വീട്ടിൽ നിന്ന് എന്തൊരു നേർച്ചയൊക്കെ ആയിട്ട് അങ്ങനെ തന്നതാന്നൊക്കെ പറയാട്ടാ. അപ്പോൾ നമ്മുടെ രവീനൊക്കെ അവിടെ പിടിച്ചിരുത്തുന്നുണ്ട് നമ്മുടെ സച്ചി. അപ്പോൾ അതേമാതിരി ശ്രുതിയും വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഉണ്ട് നമ്മുടെ ഈ ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശ്രീകാന്തൊക്കെ തിരിച്ചു വരും എന്നൊക്കെ പറയാട്ടാ. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മുടെ ചന്ദ്രമതിക്ക് ഒരു ഇരിക്കപ്പുറത്തില്ലേറ്റ് വന്ന് കഴിക്കാട്ടാ. അപ്പോൾ അങ്ങനെ കഴിക്കണ സമയത്ത് നമ്മുടെ ശ്രുതി ചോദിക്കുന്നുണ്ട്, ഇത് എവിടെ നിന്നാടാ, ഇത് ആരാ ഉണ്ടാക്കിയെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ സച്ചി പറയാണ്, ഇത് ആരാ എവിടെ നിന്ന് ഉണ്ടാക്കിയെന്നൊന്നും എനിക്കറിയില്ല, പുറത്തുള്ള ഏതോ ഒരാളാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അറേബ്യനാണോ എന്ന് ചോദിക്കുക. അപ്പോൾ അറേബ്യനാണോ മലേഷ്യനാണോ എന്ന് എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട് നമ്മുടെ സച്ചി. അപ്പോൾ അത് കേൾക്കുമ്പോഴാണ് നമ്മുടെ ചന്ദ്രമതിക്ക് മലേഷ്യത്തെ കാര്യം ഓർമ്മ വരുന്നത്. അതായത് നമ്മുടെ ശ്രുതിൻ്റെ അച്ഛന് ഫ്ലൈറ്റ് കയറി എയർപോർട്ടിലെത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ എത്തിയില്ലല്ലോ. അപ്പോൾ ശ്രുതിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ചന്ദ്രമതി, എവിടെ ശ്രുതി, നിൻ്റെ അച്ഛന് ഇതുവരെ ഇവിടെ എത്തിയില്ലല്ലോ, ഫ്ലൈറ്റ് ഇറങ്ങി എന്നൊക്കെയല്ലേ പറഞ്ഞത്, പിന്നെ എവിടെ പോയി എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ നീ പറയണതൊക്കെ കള്ളാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ശ്രുതിൻ്റെ അടുത്ത്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവിടെ വെച്ച് കഴിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്